സാത്താന് ബലി കൊടുക്കാൻ പോയ ശേഷം പ്രത്യേക ശക്തി കിട്ടിയ നായിക. പക്ഷേ അവൾക്ക് ഇന്ന് യുവത്വം നിലനിർത്തണമെങ്കിൽ പല ആണുങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2009 റിലീസ് ചെയ്ത ജെന്നിഫേഴ്സ് ബോഡി എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഭ്രാന്താശുപത്രി കിടക്കുന്ന ഇതിലെ നായികയായിട്ടുള്ള അനിറ്റ നീലിനെയാണ്. ഇവളാണെങ്കിൽ ഒരു ഡേഞ്ചറസ് പേഷ്യൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യമില്ലാത്ത അവിടുത്തെ നേഴ്സിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ വീട്ടിൽ ഇവളെ ഒരു ദിവസം കൊണ്ടുവന്ന് ഒരു ഇരുട്ട് സെല്ലിൻ്റെ അകത്ത് അടച്ചിടും. അവിടെ വെച്ചാണ് അവളാണെങ്കിൽ അവളുടെ പാസ്റ്റിനെ പറ്റി ഓർക്കുന്നത്. അന്നേരമാണ് നമ്മൾ ഇവളുടെ കൂട്ടുകാരിയും അതുപോലെ തന്നെ കോളേജിലെ ചെയർലീഡറുമായിട്ടുള്ള ജെന്നിഫറിനെ കാണിക്കുന്നത്. ജെന്നിഫറിനെ അനിറ്റയുടെയും ക്യാരക്ടർ തമ്മിൽ ഒരു ബന്ധമില്ലായിരുന്നു. എന്നാൽ പോലും അവരാണെങ്കിൽ വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ജെന്നിഫർ സിംഗിളും അനിറ്റയ്ക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ചിപ്പ് എന്നായിരുന്നു. അവർ രണ്ടുപേരും ഒരു ഒരുമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജെന്നിഫർ വന്നിട്ട് അവളെ ഒരു ബാൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ അനിറ്റയും ജെന്നിഫറും കൂടെ ആ ബാൻഡ് ഷോ കാണാൻ വേണ്ടി പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ ബാൻഡ് ഷോയുടെ ലീഡറായിട്ടുള്ള നിക്കോളാസിനെ അവർ തമ്മിൽ പരിചയപ്പെടും. ജെന്നിഫർ ആണെങ്കിൽ കുറേ നേരം നിക്കോളാസിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അവരൊരു വൈൻ കഴിക്കാൻ പോകുന്ന സമയത്താണ് നിക്കോളാസ് അവൻ്റെ ബാൻഡ് മെമ്പേഴ്സിനോട് പറയുന്നത് ജെന്നിഫർ അവരുടെ പ്രൊജക്റ്റിന് പറ്റിയ പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, കാരണം അവൾ വിർജിനാന്നുള്ള കാര്യം. ആരിങ്ങനെ ജെന്നിഫറിനെ പറ്റി പറയുന്നതാണെങ്കിൽ അനിറ്റ ദൂരെ നിന്നാണെങ്കിലും കേട്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. അനിറ്റയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പേടി തോന്നും. അവളാണെങ്കിൽ നേരെ നിന്ന് ജെന്നിഫറിനോട് കാര്യം പറയും. പക്ഷേ ജെന്നിഫർ ആണെങ്കിൽ ഇതൊന്നും വലിയൊരു മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. അവൾ വീണ്ടും ആ പാട്ട് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ബാൻഡുകാരുടെ ഷോ ഒക്കെ തുടങ്ങി പതിയെല്ലാം കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് തീപിടുത്തം ഉണ്ടാകുന്നത്. ആളുകളാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും. ഡൽഹി ഒരു അപകടം ഉണ്ടാകുന്ന തൊട്ട് മുമ്പ് തന്നെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലോട്ട് വരും. അന്നേരമാണ് ആ ബാൻഡ് മെമ്പേഴ്സ് വന്ന് ജെന്നിഫറിനെ അവരുടെ കൂടെ കൂടാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അനിറ്റയാണെങ്കിൽ കുറേ നേരം പോകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ജെന്നിഫർ ആണെങ്കിൽ എന്തോ കാരണം കൊണ്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് പോകും. അങ്ങനെ അനിറ്റയുടെ മുമ്പിൽ തന്നെ ജെന്നിഫറിനെയും കൊണ്ട് അവരാണെങ്കിൽ ആ വാനി കയറി പോകും. തിരിച്ച് വീട്ടിൽ വന്നതിൽ ഉടനെ തന്നെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ആരെ കോളും ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഇവൾക്കാണെങ്കിൽ ശരിക്കും പേടി തോന്നും. ഇവളാണെങ്കിൽ പതിയെ ചെന്ന് ഡോറ് തുറന്ന് നോക്കും. പക്ഷേ വെളിയിലാണെങ്കിൽ ആരുമില്ലായിരുന്നു. പിന്നീട് ഇവളാണെങ്കിൽ റൂമിലേക്ക് തന്നെ തിരിച്ച് പോകാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നാണ് അടുക്കളയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ഇവൾ അടുക്കളയിലേക്ക് എന്താണെന്ന് അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെയാണെങ്കിൽ ജെന്നിഫർ ചോര കുളിച്ച് നിൽക്കുന്നത് കാണുന്നത്. അവളിവിടെ നോക്കി ഒരു പ്രത്യേക ചിരിയെല്ലാം ചെയ്ത ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് പോയിട്ട് പച്ച മാംസം അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. ഇവളിതെന്ത് സംഭവിക്കുന്നതെന്ന് അറിയാതെ അത്ഭുതത്തോടെ അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് ഒച്ച വെച്ച് കരഞ്ഞ ശേഷം വായിൽ നിന്നൊരു കറുത്ത ഫ്ലൂയിഡ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് പേടിച്ച് അനിറ്റയാണെങ്കിൽ ഉടനെ തന്നെ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി ഫോണിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവും. അന്നേരമാണ് ജെന്നിഫർ ഓടി വന്ന് ഇവളെ പിടിച്ച ശേഷം ഇവളുടെ പെടലിക്കിട്ട് കടിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേനും അവളാണെങ്കിൽ ആ ജനലിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും. അനിറ്റയ്ക്കാണെങ്കിൽ ഇതാണ് വലിയൊരു ഷോക്കാവും. അവളുടെ ഫ്രണ്ടിന് എന്ത് പറ്റിയെന്നൊക്കെ ഓർത്ത്. പിറ്റേന്ന് കോളേജിൽ നിന്ന് അനിറ്റയാണെങ്കിൽ ശരിക്കും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. ഈ തലേദിവസത്തെ കാര്യങ്ങൾ തന്നെയായിരുന്നു അവളുടെ മനസ്സിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഇവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജെന്നിഫർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വന്ന് ഇവളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ പ്രൊഫസർ വന്നിട്ട് തലേദിവസം നടന്ന ബാർ ആക്സിഡൻറ്റിൽ മരിച്ചവർക്ക് വേണ്ടി കണ്ടോളൻസ് ഒക്കെ പറയും. കാരണം ഈ കോളേജിലും കുറേ പിള്ളേർ അതി മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ മിക്കവരും ഇതൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെന്നിഫർ മാത്രം ഇത് കേട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അനിറ്റയാണെങ്കിൽ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കും അവളുടെ ക്യാരക്ടർ മാറി വരുന്നതിൻ്റെയൊക്കെ. പിന്നീടാണെങ്കിൽ ഇവളുടെ മനസ്സിന് ഈ ജെന്നിഫറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പോകുന്നില്ലായിരുന്നു. അവിടെ ചെന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനോട് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ഇതൊന്നും വലിയ വിശ്വാസമൊന്നും വരുന്നില്ലായിരുന്നു. പിന്നീടാണെങ്കിൽ ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ജോണാസിൻ്റെ അടുത്തേക്ക് ജെന്നിഫർ ചെല്ലും. അവനാണെങ്കിൽ അവനെ കൂട്ടുകാരൻ പറ്റിയ സങ്കടത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. ഇവളാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കാനാണെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന ശേഷമാണെങ്കിൽ ഇവൾ അവനെ വശീകരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അന്നേരമാണ് അവിടെയുള്ള മൃഗങ്ങളെല്ലാം പ്രത്യേക ഒച്ചയിട്ടിങ്ങനെ ഇവൻ്റെ അടുത്തോട്ട് വരുന്ന ഇവ ശ്രദ്ധിക്കുന്നത്. ഇവൻ്റെ ശ്രദ്ധ മാറി അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഇവളാണെങ്കിൽ പെട്ടെന്ന് അവനെ ആക്രമിച്ച് കൊല്ലുന്നത്. ഇവൻ്റെ നിലവിളിയാണെങ്കിൽ ആ കോളേജിൻ്റെ അവിടെ ഇരുന്ന പ്രൊഫസർ കേൾക്കും. പ്രൊഫസർ ഈ ശബ്ദം വന്ന ഡയറക്ഷൻ നോക്കി കാട്ടിലേക്ക് വരുമ്പോഴാണ് അവൻ്റെ പീസായിട്ട് കിടക്കുന്ന ബോഡി കാണുന്നത്. അന്ന് വൈകുന്നേരം ജെന്നിഫറും അനിറ്റയും കൂടെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനിറ്റയാണെങ്കിൽ ഇന്നും ആ ഫയർ ആക്സിഡൻറ്റ് നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ജെന്നിഫർ പറയുന്നത് അതൊക്കെ വിട്ടിട്ട് ലൈഫ് മൂവ് ചെയ്യാൻ വേണ്ടി. ഇതേ സമയം തന്നെ ജെന്നിഫർ ആണെങ്കിൽ അവിടെ ഇരുന്ന് ലാമ്പ് ഉപയോഗിച്ച് അവളുടെ നാക്ക് പൊള്ളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ അവളുടെ മുറിവുകളാണെങ്കിൽ അപ്പം തന്നെ ഉണങ്ങുമായിരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ആൻറ്റിയാണെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ചിപ്പ് വിളിച്ചിട്ട് ജോണാസ് മരിച്ചതിനെ പറ്റി പറയും. ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആൻറ്റിയുടെ പേടിയും സംശയമെല്ലാം വീണ്ടും കൂടി തുടങ്ങും. ഇതേ സമയം തന്നെ ആ ബാൻഡുകാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ മാർക്കറ്റാണെങ്കിൽ വേറൊരു ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ കാണിക്കുന്നത് 3 മാസം കഴിഞ്ഞുള്ളതാണ്. ഇപ്പോഴത്തേക്കിനും അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോർമലായി എല്ലാവരും എല്ലാ കാര്യങ്ങളൊക്കെ മറന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അനിറ്റി അങ്ങനെ നോർമലായി സന്തോഷത്തോടെ വന്നെങ്കിലും ജെന്നിഫർ ആണെങ്കിൽ ഡള്ളായിട്ട് വീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവൾക്ക് ടോട്ടലി ഒരു ക്ഷീണമൊക്കെ ആയിട്ട് ക്ലാസ്സിലൊരു പ്രത്യേക അവസ്ഥയിലിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കോളിൻസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഇവരെ ഡേറ്റിങ്ങിന് വിളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അനിറ്റ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ട് നോ പറയും. പക്ഷേ ജെന്നിഫർ ആണെങ്കിൽ അവനെ ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യത്തിൽ സമ്മതിക്കും. അങ്ങനെ ജെന്നിഫർ ആണെങ്കിൽ അവനെ അവൾ പറയുന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ അന്ന് വൈകുന്നേരം അനിറ്റ ആണെങ്കിൽ ചിപ്പിൻ്റെ വീട്ടിലേക്ക് അവനെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകും. കോളിൻസ് ആണെങ്കിൽ ജെന്നിഫർ പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ആ സ്ഥലത്താണെങ്കിൽ ഒരു മനുഷ്യൻ പോലും താമസിക്കാത്ത പകുതി പണിത വീടുകളുള്ള സ്ഥലമാണ്. എന്നിരുന്നാലും അവനാണെങ്കിൽ ഡേറ്റൊക്കെ ചെയ്യാൻ പോകുന്നതുകൊണ്ട് സന്തോഷത്തോടു കൂടി പോകും.
അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഡൗട്ട് തോന്നിയെങ്കിൽ പോലും അവനാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലും. അന്നേരമാണ് ജെന്നിഫർ ആണെങ്കിൽ അവൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത്. ആദ്യം ഇവന് സംശയമൊന്നും ഇല്ലാതെ കുഴപ്പമില്ലാത്ത പോലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളെ കണ്ണുകൾ മാറി വരുന്നത് കാണുന്നത്. ഇവൻ അവളെ തടഞ്ഞ ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണെങ്കിൽ ഇവനെ പിടിച്ച് അവളെ നിർത്തിയ ശേഷം ഇവൻ്റെ രക്തമെല്ലാം കുടിച്ച് കൊല്ലും. ഇതേ സമയം ബോയ് ഫ്രണ്ടുമായിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ട് ആൻറ്റിക്കാണെങ്കിൽ പെട്ടെന്ന് ഹാലൂസിനേഷൻ പോലെ വന്നിട്ട് ഭിത്തിയിൽ നിന്ന് രക്തം വരുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങും. ഡിസ്റ്റർബായ അവളാണെങ്കിൽ ഉടനെ തന്നെ കാർ എടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. പോകുന്ന വഴിക്കാണ് ജെന്നിഫർ വട്ടം ചാടുന്നതും ഇവളാണെങ്കിൽ വണ്ടി ഇടിച്ച് അവളുടെ ദേഹത്തൂടെ കയറ്റി അങ്ങ് പോകുന്നതും. വീട്ടിൽ വന്ന ആൻറ്റിക്കാണെങ്കിൽ കുറ്റബോധം കാരണം കട്ടിലൊക്കെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് അവൾ നോക്കുമ്പോൾ ജെന്നിഫർ അവളെ അടുത്തോട്ട് വരുന്നത്. പേടിച്ച് കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ വിറച്ചുകൊണ്ട് എന്തൊക്കെ നടക്കുന്നത് ചോദിക്കും. അപ്പോഴാണ് ജെന്നിഫർ അവളോട് റിലാക്സ് ചെയ്യാൻ പറഞ്ഞ ശേഷം ശരിക്കും എന്താ നടന്നെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ജെന്നിഫർ പറയും അന്ന് ബാൻഡുകാരെല്ലാം കൂടി ഇവളെ കൊണ്ടുപോയെന്ന് വെച്ചാൽ അവരുടെ സക്സസിന് വേണ്ടി ഒരു വിർജിൻ ഗേളിനെ സാത്താന് ബലി കൊടുക്കാനായിരുന്നത്. അതിനുവേണ്ടി ഇവളെയും കൊണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെന്ന ശേഷം അവിടെ വെച്ച് ഇവളെ കുത്തിക്കൊന്ന് ബലി അർപ്പിച്ചായിരുന്നു. പക്ഷേ അവർക്കറിയാതിരുന്ന ഒരു യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ഇവൾ ശരിക്കും വിർജിൻ അല്ലായിരുന്നു. കൊടുത്ത ബലി തെറ്റായി പോയതുകൊണ്ട് സാത്താനാണെങ്കിൽ ഇവളുടെ ഉള്ളിൽ കയറിയ ശേഷം ഇവൾക്ക് പ്രത്യേക ശക്തികൾ കിട്ടും. അതുകൊണ്ട് അവിടുന്ന് തിരിച്ച് വന്ന ശേഷം ഇവൾക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യം തന്നെ വൈക്ക് വെച്ച് കാണുന്ന ഒരു പയ്യനെ പിടിച്ച് തിന്ന ശേഷമാണ് ഇവളുടെ അടുത്തോട്ട് വന്നതെന്നും ഇവളുടെ അടുത്തോട്ട് ശരിക്കും വന്നത് ഇവളെ കഴിക്കാൻ വേണ്ടിയായിരുന്നെന്നും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് ഇവളെ ഒന്ന് വെറുതെ വിട്ടെന്നും പറയും. അത് കഴിഞ്ഞ് ജെന്നിഫർ ആണെങ്കിൽ അവളുടെ കഴിവ് കാണിക്കാൻ വേണ്ടി കയ്യിലൊരു മുറിവുണ്ടാക്കിയ ശേഷം 2-3 സെക്കൻഡിൽ അത് ഉണങ്ങുന്നത് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം കേട്ട ശേഷം ആൻറ്റിക്ക് ദേഷ്യം വന്നിട്ട് അവളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയും. ഉടനെ തന്നെ ജെന്നിഫർ ആണെങ്കിൽ ആ 2 നില കെട്ടിടത്തിന് അവിടെ നിന്ന് ചാടി ഇറങ്ങി അങ്ങ് പോകും. പിറ്റേന്ന് സ്കൂളിലേക്ക് പോയ ആൻറ്റി ആണെങ്കിൽ നേരെ ലൈബ്രറിയിൽ പോയി ജെന്നിഫർ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവൾക്ക് പിടികിട്ടുന്നത്. ഇവളാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇവൾക്ക് ഇവത്തെ നിലനിർത്തി പോകണമെങ്കിൽ എപ്പോഴും ആരുടെയിലുമൊക്കെ രക്തം വേണ്ടി വന്നുകൊണ്ടിരിക്കുമെന്നും അതുപോലെ തന്നെ ഇങ്ങനെ അവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ വീക്കായിട്ട് വിശന്നിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ കൊല്ലാൻ പറ്റത്തുള്ളൂ. താനീ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ആൻറ്റി ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ജിപ്പിനോട് പോയി പറയും. പക്ഷെ അവൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാതെ ഇവൾക്ക് മെൻ്റൽ അസിസ്റ്റൻസ് വേണമെന്ന് പറയും. ഇതേക്ക് ഇവൾക്കാണെങ്കിൽ ദേഷ്യം വരും. ഉടനെ ഇവൾ പറയും തൊട്ടടുത്ത് വരുന്ന പ്രോഗ്രാമിനൊന്നും ഇവൻ പങ്കെടുത്തേക്കില്ല. അവളാണെങ്കിൽ ആണുങ്ങളെ നോട്ടം വിട്ട് രക്തം കുടിക്കുമെന്നൊക്കെ. ഇത് കേട്ടിട്ട് അവന് ചിരിയായിരുന്നു വരുന്നത്. കാരണം ആ പ്രോഗ്രാമിന് പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവൻ ഉറപ്പായിട്ടും ആ പ്രോഗ്രാമിന് പങ്കെടുക്കുമെന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച ശേഷം രണ്ടുപേരും ബ്രേക്കപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് വിട്ട് ആ പ്രോഗ്രാമിൻ്റെ ദിവസമാകും. ആൻറ്റി ആണെങ്കിൽ നേരത്തെ തന്നെ പ്രോഗ്രാമിന് വേണ്ടി ജെന്നിഫർ എപ്പോൾ വരുമെന്ന് ഓർത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇതേസമയം ജെന്നിഫർ ആണെങ്കിൽ ചിപ്പ് വരുന്ന വഴിക്ക് വെച്ച് അവനെ തടഞ്ഞു നിർത്തിയ ശേഷം ആൻറ്റിക്ക് കോളിനുമായിട്ട് അവഹിതം ഉണ്ടെന്നും അത് കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവനെ ആളൊഴിഞ്ഞ പണ്ടത്തെ ഒരു പൂളിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന ശേഷം എല്ലാവരും എടുത്ത പോലെ തന്നെ ഇവനെ പതിയെ വശീകരിക്കാൻ വേണ്ടി അവളെ തുടങ്ങും. ഇതേസമയം ആൻറ്റി ആണെങ്കിൽ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ജെന്നിഫറിനും ജിപ്പിനെ ഒരുമിച്ച് കാണാതാകുന്ന കാണുമ്പോഴത്തേക്കും നേരെ ചിപ്പിൻ്റെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് ഇല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർ പറയും ചിപ്പാണെങ്കിൽ നേരത്തെ ആ പരിപാടിക്ക് പോയെന്നും. പേടിച്ച് പോയി ഇവളാണെങ്കിൽ അവിടെയെല്ലാം ഓടി നടന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഓടിയാണെങ്കിൽ ആ പൂളിൻ്റെ അവിടെ തന്നെ അവൾ എത്തിപ്പെടും. അവളവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വെച്ചാൽ ജെന്നിഫർ അവളുടെ ബോയ് ഫ്രണ്ടിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവളൊന്നും നോക്കത്തില്ല. ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ചാടി അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ആദ്യം കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ജെന്നിഫറിൻ്റെ മുഖത്തേക്ക് ചീരിക്കും. ഇതാണെങ്കിൽ ജെന്നിഫറിൻ്റെ വീണ്ടും ദേഷ്യം കൂടത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണെങ്കിൽ അനിറ്റേനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. ഏറ്റവും അവസാനം അവൾ ആൻറ്റിനെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഉള്ള ശക്തി വെച്ച് ചിപ്പാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ സാധനം എടുത്ത് അവളുടെ വയറ്റിലേക്ക് കുത്തുന്നത്. അങ്ങനെ ഒരുപാട് രക്തം പോയിട്ട് ഇവൾ വീക്കായെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ജെന്നിഫർ ആണെങ്കിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കാണാൻ ആൻറ്റിക്ക് സന്തോഷമാകും. ജെന്നിഫറിനെ വീക്കാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും. പക്ഷേ ചിപ്പാണെങ്കിൽ അവിടെ മരിക്കാൻ വേണ്ടി കിടക്കുമായിരുന്നു. ഇവൾ ഓടിച്ചെന്ന് ചിപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയില്ല. പക്ഷേ ഒരുപാട് രക്തം പോയതുകൊണ്ട് അവനാണെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് തന്നെ മരിച്ചു വീഴും. ഈ സംഭവം ആൻറ്റി തന്നെയാണെങ്കിൽ ഭയങ്കരമായിട്ട് തളർത്തും. വീട്ടിൽ വന്ന അവളുടെ മനസ്സിലാണെങ്കിൽ ജെന്നിഫറിനോട് ഒരു പ്രത്യേക പക കയറി തുടങ്ങും. അന്ന് രാത്രി തന്നെ ആൻറ്റി ആണെങ്കിൽ ജെന്നിഫറിൻ്റെ വീട്ടിലേക്ക് ജനൽ വഴി കടന്നു നിന്നിട്ട് അവളെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ മൽപ്പിടുത്തം ഉണ്ടാകുന്നതിനിടയ്ക്ക് ജെന്നിഫർ ആണെങ്കിൽ ആൻറ്റിയുടെ ഷോൾഡർ ശരിക്കും ഒരു കടി നോക്കും. പക്ഷേ ഇതൊന്നും കൊണ്ട് ആൻറ്റി തളരുന്നില്ലായിരുന്നു. അവളാണെങ്കിൽ വീണ്ടും ജെന്നിഫറിനോടുള്ള ആരോഗ്യമില്ലാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സിമ്പിളായിട്ട് അവളെ കഴുത്തി കിടന്ന മാല അനിറ്റി അങ്ങ് പൊട്ടിക്കുന്നത്. അതോടുകൂടി ജെന്നിഫറിൻ്റെ മൈൻഡ് 2 മിനിറ്റേക്ക് സ്റ്റോപ്പ് ആവുന്ന ടൈം നോക്കി ഇവളാണെങ്കിൽ ജെന്നിഫറിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി ഇറക്കും. അങ്ങനെ ജെന്നിഫർ ആണെങ്കിൽ അവിടെ മരിച്ചു വീഴും. ഇതേ സമയത്താണ് ജെന്നിഫറിൻ്റെ അമ്മയാണെങ്കിൽ ശബ്ദം കേട്ടങ്ങോട്ട് വരുന്നത്. അവർ നോക്കുമ്പോഴത്തേക്കും ആൻറ്റി ആണെങ്കിൽ ജെന്നിഫറിൻ്റെ ബോഡിയുടെ അടുത്ത് കിടക്കുന്നതായിരുന്നു കാണുന്നത്. അങ്ങനെയായിരുന്നു ആൻറ്റി മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയത്. വീണ്ടും പ്രസൻറ്റിലേക്ക് വരുവാണെങ്കിൽ ആൻറ്റിക്ക് ഇപ്പോൾ ജെന്നിഫറിൻ്റെ കടി കിട്ടിയതുകൊണ്ട് ചെറിയ സാത്താനിക് പവറൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നു. അവൾ ആ പവർ ഉപയോഗിച്ച് പതിയെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചാടി കിടക്കും. പിന്നീട് വെളിയിൽ ചെന്ന ശേഷം അവിടുന്ന് ഒരു കാർ ലിഫ്റ്റ് ചോദിച്ച് പോകുന്നതും കാണിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്നതെന്ന് വെച്ചാൽ അന്ന് ജെന്നിഫറിനെ കൊണ്ടുപോയി ബാൻഡിലുണ്ടായിരുന്ന ഓരോ മെമ്പറും ദുരൂഹാവസ്ഥ മരിച്ചു കിടക്കുന്നതായിരുന്നു. പിന്നീട് CCTV നോക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് അനിറ്റ ചെന്നതും കൂടെ കണ്ടുപിടിക്കും.